എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മനസ്സിനൊരു രഹസ്യമുണ്ട്. അത് നമ്മെ എങ്ങനെ പറ്റിക്കാമെന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. ഒരിക്കൽ അത് നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് ആത്മവിശ്വാസം കൊടുക്കും. അടുത്ത നിമിഷം തന്നെ നിനക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാലോ ആത്മവിശ്വാസം കെടുത്തുകയും ചെയ്യും. അത് തന്നെയാണ് മനസ്സിന്റെ ആദ്യത്തെ കെണി, സ്വയം സംശയം. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, സാഹചര്യം മോശമായിരുന്നു, കാലം അനുകൂലമായിരുന്നില്ല. പക്ഷെ സത്യത്തിൽ കാലമോ സാഹചര്യമോ അല്ല നമ്മെ തോൽപ്പിക്കുന്നത്, നമ്മുടെ സ്വന്തം മനസ്സാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് ലോകം തന്നെ ഒരു ചതിക്കുഴിയാണ്. നമ്മുടെ കണ്ണുകൾ കാണുന്ന എല്ലാം സത്യമാണെന്ന് തോന്നും, പക്ഷെ മനസ്സതിന് തന്റെ സ്വന്തം കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ നമ്മെ നോക്കാതെ പോയാൽ പോലും ഉടൻ മനസ്സ് പറയുക, അവൻ നിന്നെ അവഗണിച്ചു. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കാം. ഇങ്ങനെയാണ് മനസ്സ് നമ്മെ നിരന്തരം ചതിക്കുന്നത്. ചെറിയ കാര്യങ്ങളെ വലുതാക്കിയും വലുതായ കാര്യങ്ങളെ ചെറുതാക്കിയും സാധാരണ സംഭവങ്ങളെ അർത്ഥം ചേർത്ത് നമ്മുടെ നേരെ തിരിച്ചു വെക്കും. ചിലർ പറയാറുണ്ട്, മനസ്സിനെ കേൾക്കുക, അത് നിനക്ക് വഴി കാട്ടുമെന്ന്. പക്ഷെ ഏതു മനസ്സിനെയാണ്? അനന്തമായി സംസാരിക്കുന്ന, ആശയക്കുഴപ്പത്തിൽ കുരുങ്ങിയ, ഓരോ നിമിഷവും പുതിയ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന ആ മനസ്സിനെയാണോ? മനസ്സിന് ശാന്തി ലഭിക്കാതെ നമുക്കും ലഭിക്കില്ല. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത്, മനസ്സാണ് എല്ലാത്തിൻ്റെയും മൂലം. നീ എന്തു ചിന്തിക്കുന്നു അത് തന്നെയാണ് നീ ആകുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ ദിവസത്തിൽ നൂറുകണക്കിന് ചിന്തകൾ കാണുന്നു. അതിൽ ഭൂരിഭാഗവും ഭയം, താരതമ്യം, പഴയ ഓർമ്മകൾ, കുറ്റബോധങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയാണ്. അവയെല്ലാം മനസ്സിന്റെ കെണികളാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. ഒരു സംഭവം സംഭവിച്ചാൽ അതൊരു നിമിഷം മാത്രമേ നിലനിൽക്കൂ, പക്ഷെ മനസ്സിൽ അതിന്റെ പ്രതിഫലനം ആഴത്തിൽ പതിഞ്ഞ് വർഷങ്ങളോളം നമുക്ക് ശാന്തി നിഷേധിക്കും. ഇങ്ങനെ മനസ്സ് നമ്മെ പതുക്കെ ശാന്തമായി അറിയാതെ തന്നെ അതിന്റെ പിടിയിലാക്കുന്നു. ആദ്യമൊക്കെ നാം നമ്മെ സംരക്ഷിക്കുന്നത് പോലെ തോന്നും, പക്ഷെ പിന്നീട് മനസ്സിന്റെ വലിയ സത്യങ്ങൾ നമ്മെ തടവിലാക്കും. നമ്മൾ തന്നെ നമുക്ക് ശത്രുവായി മാറുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുമ്പോഴും മനസ്സ് പറയുക, ഇതുകൊണ്ട് മതിയായില്ല, നീയും വേണം എന്നാണ്. പലരും പറയുന്നുണ്ട്, എനിക്കെല്ലാം കിട്ടിയിട്ടും എന്തോ കുറവുണ്ട്. ആ കുറവ് പുറത്തല്ല, അത് മനസ്സിന്റെ അകത്താണ്. മതിയെന്നു പറയാൻ പഠിക്കാത്ത മനസ്സിന്റെ കെണിയാണത്. നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ പുറത്തുള്ള ജനങ്ങൾക്കായി ഓടുന്നു. പണം, സ്ഥാനം, അംഗീകാരം. പക്ഷെ ഒരു നിമിഷം നിർത്തി നോക്കുക. മനസ്സ് ജയിച്ചിട്ടില്ലെങ്കിൽ മറ്റെല്ലാ ജയങ്ങളും തോൽവിയല്ലേ? മനസ്സിനെ ജയിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷെ അതാണ് സത്യമായ സ്വാതന്ത്ര്യം. പുറത്തുള്ള ലോകം എത്ര തന്നെ പെട്ടെന്ന് മാറിയാലും മനസ്സിന്റെ ലോകം മനസ്സിലാക്കിയവർ മാത്രമാണ് സമാധാനം കണ്ടെത്തുന്നത്. അതിനാൽ ഇന്നത്തെ ഈ യാത്ര നമ്മുടെ മനസ്സിന്റെ കെണികളെ തിരിച്ചറിയാനുള്ള യാത്രയാണ്. നമ്മൾ തന്നെ തോൽപ്പിക്കുന്ന ആ അദൃശ്യ വലയങ്ങളെ കണ്ടുപിടിക്കാനുള്ള യാത്ര. കാരണം നമ്മൾ അവയെ തിരിച്ചറിയുമ്പോഴാണ് അവയുടെ ശക്തി നഷ്ടപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മളെ നിസ്സാരമായി തോൽപ്പിക്കുന്ന ഈ മനസ്സിന്റെ ചതിക്കുഴികളാണ്. സംശയം, താരതമ്യം, ഭയം, ആഗ്രഹം, മായ, കുറ്റപ്പെടുത്തൽ, ഓർമ്മകളുടെ പിടി. ഈ 7 വലയങ്ങൾ നമ്മെ മനസ്സിൽ തന്നെ തടവിലാക്കുന്നു. പക്ഷെ നല്ല വാർത്ത എന്തെന്നാൽ അതിൽ നിന്ന് മോചനം നമുക്ക് തന്നെ സാധ്യമാണ്. കാരണം മനസ്സിനെ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ആത്മജയം നേടാനുള്ള തുടക്കം. ഒന്നാമതായുള്ളതാണ് സംശയത്തിന്റെ കെണി. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, എനിക്കിത് പറ്റുമോ? അതുതന്നെ മനസ്സിന്റെ ആദ്യ വലയാണ്. മനസ്സിന് സംശയത്തിന്റെ വിത്തെറിയാൻ അത്രയും എളുപ്പമാണ്. ഒരു നല്ല ആശയം വന്നാൽ അത് പറയും, മറ്റുള്ളവർ ചിരിക്കും. ഒരു പുതിയ തുടക്കം ആലോചിച്ചാൽ അത് പറഞ്ഞു കേൾപ്പിക്കും, നിനക്കിതിന് കഴിവില്ല. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓരോ ശ്രമത്തെയും സംശയം മങ്ങലേൽപ്പിക്കും. മനസ്സെന്താണ് ചെയ്യുന്നതെന്നോ? അതിന് സൂക്ഷ്മതയാണ് പ്രധാനം. അതിനെ മാറ്റങ്ങൾ പേടിപ്പിക്കുന്നു. പുതിയത് കാണുമ്പോൾ അത് വിളിക്കും, അപായമാണെന്ന്. പക്ഷെ ആ അപായം തന്നെയാണ് വളർച്ചയുടെ വാതിൽ തുറക്കുന്നത്. നിങ്ങൾ ഓർക്കണം, സംശയം നമ്മെ കാക്കുന്നത് പോലെ തോന്നും, പക്ഷെ അത് നമ്മെ തടവിലാക്കുകയാണ്. നമ്മുടെ ചിന്തകളെ ചോദ്യം ചെയ്യും, പക്ഷെ അതിൽ കുടുങ്ങരുത്. മനസ്സിന് സംശയമുണ്ടാകാം, നിങ്ങൾക്ക് ആത്മവിശ്വാസം വേണം. മനസ്സിന്റെ രണ്ടാമത്തെ കെണിയാണ് താരതമ്യം എന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്നു. അവൻ എത്ര മുന്നോട്ടു പോയി, അവൾക്ക് എത്ര നല്ല ജീവിതമാണ്. ഇവ നമ്മെ ഉണർത്തുന്നതല്ല, മറിച്ച് തളർത്തുന്ന കാര്യമാണ്. മനസ്സിനൊരു അവ്യക്ത സ്വഭാവമുണ്ട്. താരതമ്യം ചെയ്താൽ മാത്രമേ അത് തൃപ്തിയാകൂ എന്ന് അതിന് തോന്നും. പക്ഷെ സത്യം മറ്റൊന്നാണ്. ഓരോ മനുഷ്യനും സ്വതന്ത്രമായൊരു യാത്രയിലാണ്. ഒരു പൂവ് രാവിലെ വിരിയാം, മറ്റൊന്ന് വൈകുന്നേരം. അതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സമയവും വഴിയും വ്യത്യസ്തമാണ്. താരതമ്യം നിങ്ങളെ മറ്റൊരാളായി മാറ്റാൻ പ്രേരിപ്പിക്കും, പക്ഷെ ആത്മവികാസം നിങ്ങളെ നിങ്ങളാക്കും. മറ്റുള്ളവരെ നോക്കി നടക്കരുത്, നിങ്ങളുടെ വഴിയിൽ ഉറച്ചു നിൽക്കുക. മൂന്നാമതായുള്ളവയാണ് ഭയത്തിന്റെ കെണി. ഭയം ഏറ്റവും ശക്തമായ മനസ്സിന്റെ ആയുധമാണ്. മനസ്സിന് അതിലൂടെ നമ്മളെ നിയന്ത്രിക്കാനാകും. പാളുമെങ്കിൽ, അവൻ ചിരിച്ചാൽ, ഇവൻ എന്നെ നിരസിച്ചാൽ, ഈ ചിന്തകളെല്ലാം ഭയം സൃഷ്ടിച്ചവയാണ്. പക്ഷെ ഭയം ഇല്ലാതാക്കേണ്ടതില്ല, അത് കേട്ടാൽ മാത്രം മതി, അതിൽ കുടുങ്ങാതിരുന്നാൽ മതി. ഭയം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നതാണ്, അവയെ തടയേണ്ടതില്ല. ഭയം തോന്നുന്ന കാര്യങ്ങളിലേക്കാണ് വളർച്ച കാത്തിരിക്കുന്നത്. ബുദ്ധൻ പറഞ്ഞതുപോലെ, ഭയത്തെ നേരിടുമ്പോഴാണ് അത് അപ്രത്യക്ഷമാകുന്നത്. ഭയത്തെ കാണുക, ചിരിക്കുക, പിന്നെ മുന്നോട്ട് പോവുക. നാലാമതായുള്ള കെണിയാണ് അനന്തമായ ആഗ്രഹങ്ങളുടെ ഒരു കെണി.
മനസ്സിനൊരിക്കലും മതി എന്നില്ല. ഒരു ഫോണാണ് വേണമെന്ന് തോന്നുന്നതെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം പുതിയ മോഡൽ വേണം എന്നാകും നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ജീവിതം മുഴുവൻ ഇനിയും അത് വേണം ഇത് വേണം എന്ന ആഗ്രഹങ്ങളിൽ തന്നെയാണ്. ആഗ്രഹങ്ങൾ തെറ്റല്ല, പക്ഷെ അതിൻ്റെ അളവ് നഷ്ടമായാൽ മനസ്സിന് ശാന്തി നഷ്ടമാകും. മനസ്സ് പറയുന്നത് കേൾക്കാം, പക്ഷെ അതിനോട് അടിമയാകരുത്. തൃപ്തി ആഗ്രഹം ഇല്ലാതാകുമ്പോൾ ലഭിക്കുന്നതല്ല, ആഗ്രഹത്തെ തിരിച്ചറിയുമ്പോൾ ലഭിക്കുന്നതാണ്. നിനക്ക് ആവശ്യമുള്ളതിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനപ്പുറത്തുള്ളത് നിന്റെ മനസ്സമാധാനം കവർന്നുകൊണ്ടിരിക്കുന്നവയാണെന്ന് മനസ്സിലാക്കണം. 5-ാമതായുള്ള കെണിയാണ് മായയുടെ കെണി. അതായത് മനസ്സ് കാണുന്നത് എല്ലായ്പ്പോഴും യാഥാർത്ഥ്യമല്ല. അതിനൊരു ക്യാമറ പോലെ ദൃശ്യം പിടിക്കാൻ കഴിയും, പക്ഷെ അത് അതിനോട് ചേർത്ത കഥകളാണ് അപകടം. നമുക്കൊരാൾ നമ്മെ കാണാതെ പോയാൽ മനസ്സ് പറയുന്നത് അവൻ നിന്നെ അവഗണിച്ചു എന്നാണ്. പക്ഷെ അതിനേക്കാൾ ലളിതമായ കാരണമാകാം അവൻ ശ്രദ്ധിച്ചില്ല എന്നത്. മനസ്സിന് വാസ്തവങ്ങളെ ട്വിസ്റ്റിംഗ് ചെയ്യാനുള്ള കഴിവ് അതിശയകരമാണ്. അതിനാൽ നമുക്കറിയാതെ തന്നെ നാം വിഷമിക്കും, കോപിക്കും, ദേഷ്യം കാണിക്കും. മായ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. യാഥാർത്ഥ്യം കാണാൻ നമുക്ക് വേണം ശാന്തമായ മനസ്സ്. നമ്മൾ കാണുന്നത് സത്യമാകണമെന്നില്ല, അത് മനസ്സിൻ്റെ ഒരു കഥയാകാം. 6-ാമതായി ഉള്ളതാണ് കുറ്റപ്പെടുത്തലിൻ്റെ കെണി. മനസ്സിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇഷ്ടമില്ല. അതിനാൽ എന്തെങ്കിലും പാളിയാൽ ഉടൻ തന്നെ കുറ്റം മറ്റൊരാളിൽ ഏൽപ്പിക്കും. സാഹചര്യം മോശമായിരുന്നു, അവനാണ് കാരണം എന്നൊക്കെ തരത്തിൽ. പക്ഷെ കുറ്റപ്പെടുത്തൽ ഒരു സംരക്ഷണ കവചം പോലെയാണ്. നമ്മൾ താൽക്കാലികമായി ആശ്വസിപ്പിക്കും, പക്ഷെ വളർച്ചയെ തടയുകയും ചെയ്യും. നമുക്ക് മാറ്റം വേണമെങ്കിൽ ആദ്യം നമുക്ക് തന്നെ ചോദ്യം വേണം, എനിക്കിവിടെ എന്താണ് പഠിക്കാനുണ്ടായിരുന്നതെന്ന്. സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ദുർബലതയല്ല, അത് ആത്മബലമാണെന്ന് തിരിച്ചറിയുക. അതാണ് ഞാനാണ് ഉത്തരവാദി എന്ന് പറയുന്ന നിമിഷം തന്നെ നിങ്ങൾ സ്വതന്ത്രനാകുന്നത്. 7-ാമതായുള്ള മനസ്സിൻ്റെ കെണിയാണ് പഴയ ഓർമ്മകളുടെ കെണി. പഴയ വേദനകളും പരാജയങ്ങളും അനാവശ്യമായ ഓർമ്മകളും മനസ്സവയെ വീണ്ടും വീണ്ടും ഓടിച്ചു നോക്കും. ഒരുപാട് തവണ റീപ്ലേ ബട്ടൺ അമർത്തി നോക്കും. പക്ഷെ കഴിഞ്ഞത് കഴിഞ്ഞു. അതിപ്പോൾ ജീവിക്കുന്ന നിമിഷത്തെ മൂടാതിരിക്കണം. മനസ്സിന് പഴയതിൽ പിടിച്ചു നിൽക്കാൻ ഇഷ്ടമാണ്, കാരണം അതിലൂടെ അതിന് നിയന്ത്രണം ലഭിക്കും. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ ആ പിടി വിട്ടുവീഴ്ച ചെയ്യണം. ഓരോ നിമിഷവും പുതിയതാണ്. പഴയതിനെ വിടുമ്പോഴാണ് പുതിയത് പ്രവേശിക്കുന്നത്. ഇപ്പോൾ എന്ന പ്രസന്റാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇനി ഈ കെണികളെല്ലാം നമ്മെ എങ്ങനെ വലയിൽ കൊടുക്കുന്നു എന്നത് മനസ്സിലാക്കാൻ ബുദ്ധൻ പറഞ്ഞൊരു പഴയ കഥയുണ്ട്. അത് ഞാൻ പറയാം. ഒരു ദിവസം ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാരും ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിമധ്യേ അവർ ഒരു വയലിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ വൻ കോപത്തോടെ അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഒന്നും ചെയ്യാനില്ലേ? എപ്പോഴും ഗ്രാമത്തിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് എന്തിനാണ്? എല്ലാവരും ഇവിടെ കഠിനമായി പണി ചെയ്യുന്നുണ്ട്, നിങ്ങളോ പാഠം പറയാനായി കിടന്ന് സമയം കളയുന്നു. ശിഷ്യന്മാർക്ക് അത്രയും അപമാനമായി തോന്നി. ചിലർ ആ മനുഷ്യനെതിരെ പ്രതികരിക്കാൻ പോലും തയ്യാറായി. പക്ഷെ ബുദ്ധൻ ശാന്തമായി പുഞ്ചിരിച്ചു. അവൻ ആ മനുഷ്യനെ നോക്കി പറഞ്ഞു, സുഹൃത്തെ, നിനക്ക് തോന്നുന്ന പോലെ ഞങ്ങൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക. പക്ഷെ നീ വളരെ തളർന്നിരിക്കുന്നു. ആ കോപമാണ് നിന്നെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ അത് കേട്ട് കൂടുതൽ കോപിച്ചുപോയി. ഞാൻ തളർന്നവനല്ല, നീയാണ് നാടകക്കാരൻ എന്ന് അയാൾ മറുപടി നൽകി. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരുവേ, അവൻ നിങ്ങളെ അധിക്ഷേപിച്ചു, നിങ്ങൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ എനിക്ക് വിഷം കൊടുക്കാൻ ശ്രമിച്ചാൽ ഞാനത് കുടിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ അവൻ എനിക്ക് കോപം നൽകി, പക്ഷെ ഞാനത് സ്വീകരിച്ചില്ല. അത് അവൻ്റെ മനസ്സിൽ തന്നെയാണ് മടങ്ങിപ്പോയത്. അത് കേട്ട് ശിഷ്യന്മാർ മിണ്ടാതെയായി. ബുദ്ധൻ പിന്നെ മൃദുവായി പറഞ്ഞു, മനസ്സൊരു കാളയെപ്പോലെയാണ്. നീ അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിന്നെ വലിച്ചിഴയ്ക്കും. നീ അതിനോടൊപ്പം നടക്കാൻ പഠിച്ചാൽ അതിലൂടെ നീ ലക്ഷ്യത്തിലും എത്തും. പിന്നെ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു കർഷകൻ തൻ്റെ കാളയെ എല്ലായ്പ്പോഴും ഓടിച്ചു നടത്തിയിരുന്നു. കാള കൃത്യമായി വന്നില്ലെങ്കിൽ അവൻ അതിനെ അടിക്കാറുമുണ്ടായിരുന്നു. ഒരു ദിവസം കാള പൂർണ്ണമായും അനുസരിക്കാതെയായി. അതിനെ പിടിച്ചു നിർത്താൻ കർഷകന് കഴിയാതെ പോയി. അവസാനം അവൻ മനസ്സിലാക്കി, കാളയെ അടിച്ചാൽ അത് ഭയപ്പെടും, പക്ഷെ സ്നേഹിച്ച് കയ്യിൽ പിടിച്ചാൽ അത് ശാന്തമായി നടക്കുകയും ചെയ്യും. ബുദ്ധൻ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മനസ്സും അതുപോലെയാണ്. നീ അതിനെ അടിച്ചാൽ അത് മറിച്ച് കൂടുതൽ ഓടും. നീ അതിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അത് ശാന്തമാകും. ഈ കഥ നൽകുന്ന പാഠം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളും ഭയങ്ങളും താരതമ്യങ്ങളും അവയെല്ലാം മനസ്സിൻ്റെ കെണികളാണ്. പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതില്ല, മറിച്ച് അത് കാണുകയും അതിനോട് ശ്രദ്ധിക്കുകയും അപ്പോൾ തന്നെ അതിൻ്റെ ശക്തി അപ്രത്യക്ഷമാകും. അതിനാൽ ചിന്തകളിൽ തളർന്നു പോകാതെ എല്ലാം തിരിച്ചറിയാൻ ശ്രമിക്കുക. ചിന്തകളിൽ പകുതിയും യാഥാർത്ഥ്യമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്നു മുതൽ മനസ്സിനെ കേൾക്കുമ്പോൾ അതിനോട് ചോദിക്കുക, നീ പറയുന്നത് സത്യമാണോ, ഇല്ലെങ്കിൽ നിന്റെ ഭയമാണോ? അത് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിനെ മനസ്സിലാകുന്നത്. മനസ്സിനെ മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം തന്നെ പുതിയ അർത്ഥം നേടുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.